ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ടാരോട്ട് യൂണിവേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, വേർപിരിയുന്നതിന് വേണ്ടി നിങ്ങളെടുത്ത തീരുമാനം ശരിയായിരുന്നോ എന്നുള്ളതാണ്. സെപ്പറേഷന് വേണ്ടി നിങ്ങൾ രണ്ടുപേരും തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തീരുമാനം ശരിയാണോ എന്നാണ് നമ്മൾ ഇന്നിവിടെ റീഡ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്നത് ക്യൂൻ ഓഫ് കപ്സ് ആണ്. ഈ പേഴ്സൺ എപ്പോഴും നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഒക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. അവർക്കിപ്പോഴും നിങ്ങളോടൊരു ഇഷ്ടമുണ്ട്. നിങ്ങളിപ്പോൾ വേർപിരിയുന്നതിന് വേണ്ടി തീരുമാനമെടുത്തു, പക്ഷേ എങ്കിലും ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ് ഇത് നമ്മളോട് പറയുന്നത്. ഈ വ്യക്തിക്ക് വല്ലാത്തൊരു തരം ഈഗോയാണ്. അവർ ചിന്തിക്കുന്നത് നിങ്ങൾ ആദ്യം അവരെ കോണ്ടാക്റ്റ് ചെയ്യട്ടെ എന്നാണ്. സമയം കടന്നു പോയിട്ടും സ്വയം മാറുന്നതിൽ അവർ പരാജയപ്പെട്ടു. കാരണം അവരെ ഭരിക്കുന്നത് ഈഗോയാണ്. അതുകൊണ്ടായിരിക്കുമല്ലോ അവർ ആദ്യം എനിക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റില്ല, എന്നെ ഇങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്യട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് മാറുന്നത്. അപ്പോൾ അവിടെ അവരെ ഭരിക്കുന്നത് ഈഗോ ആയതുകൊണ്ട് സമയം കടന്നു പോയാലും അവർക്ക് അവരുടെ സ്വഭാവം മാറ്റാൻ സാധിക്കില്ല. ഈ 7 ഓഫ് കപ്സ് നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർ വിചാരിച്ചു നിങ്ങൾ അവർക്ക് വേണ്ടി ബെഗ് ചെയ്യുമെന്ന്. കോണ്ടാക്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ അവരോട് ബെഗ് ചെയ്യുമെന്ന് അവർ വിചാരിച്ചു. പക്ഷേ അവരില്ലാതെ തന്നെ നിങ്ങൾക്ക് ബെറ്ററായിട്ടിരിക്കാൻ കഴിയുമെന്ന് നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ സാന്നിധ്യമില്ലാതെ, അവരുടെ പ്രസൻസ് ഇല്ലാതെ നിങ്ങൾക്ക് നന്നായി ഇരിക്കാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ. അത് നിങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് ദ എംപററാണ്. ഈ വ്യക്തി എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ വളരെയധികം കൺട്രോൾ ചെയ്യുകയും മാനിപ്പുലേറ്റ് ചെയ്യുകയും ചെയ്യും. നിങ്ങളെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും കൺട്രോൾ ചെയ്യുന്നതൊക്കെ അവർ വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർ വളരെയധികം ഫ്രസ്ട്രേറ്റഡുമാണ്. അതവരുടെ ക്യാരക്ടറാണ്. അവർ നിങ്ങളെ ഈ വരച്ച വരയിൽ നിർത്തുന്നത് പോലെ നിർത്തുകയും നിങ്ങളെ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങളിലും. അപ്പോൾ അവരത് വല്ലാതെ എൻജോയ് ചെയ്യുന്നുമുണ്ട്. അടുത്തത് കിങ് ഓഫ് കപ്സ് എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അവർ വളരെയധികം ഇമ്മച്വറാണ്. ഒട്ടും തന്നെ പക്വതയില്ലാത്ത ആളുകളാണ്. അതുപോലെ തന്നെ ഒട്ടും കെയറിങ്ങും ഇല്ലാത്തവരാണ്. സത്യത്തിൽ അവർക്ക് നിങ്ങളെ ആവശ്യമില്ല. പിന്നെ അവരുടെ എന്താണ് ആഗ്രഹം? നിങ്ങൾ അവരെ ആഗ്രഹിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അതായത് അവർക്ക് നിങ്ങളെ വേണ്ട, പക്ഷെ നിങ്ങൾ അവരെ ആഗ്രഹിക്കണമെന്ന് അവരാഗ്രഹിക്കുന്നുണ്ട്. അതാണ് അവരുടെ ആവശ്യം. അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി അവരിപ്പോൾ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവരെന്തായാലും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അവരുടെ ഈഗോ എല്ലാം കളഞ്ഞവർ നിങ്ങളുടെ അടുത്തേക്ക് വരുമായിരിക്കും. പക്ഷേ അപ്പോഴും അവരുടെ ഓരോ ട്രിക്കുകളിൽ വീഴാതെ നിങ്ങൾ സ്ട്രോങ് ആയി തന്നെ പിടിച്ചു നിൽക്കണം. അപ്പോൾ ഈ കാർഡുകളെല്ലാം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വേർപിരിയുന്നതിന് വേണ്ടി എടുത്ത തീരുമാനം ശരിയായിരുന്നോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണല്ലോ നിങ്ങളുടെ മനസ്സിലുള്ളത്. അപ്പോൾ നിങ്ങൾ വേർപിരിയാൻ വേണ്ടി എടുത്തൊരു തീരുമാനം ശരിയായിരുന്നു എന്നാണ് ഈ കാർഡുകൾ നമ്മളോട് പറയുന്നത്. നിങ്ങൾ ഇത് കേട്ട് നോക്കുക. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.